Hello everybody, welcome to my literature saga. Today, let's discuss the second part of the essay, Thus Spoke Sudarshan, an interview with God's own physicist. ഇന്ന് നമ്മൾ Thus Spoke Sudarshan, an interview with God's own physicist എന്നുള്ള എസ്സേയുടെ രണ്ടാമത്തെ ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The next question is, upon completion of your PhD, you were given a fellowship to join Harvard University by the grand wizard of quantum field theory, Julian Schwinger. What was your interaction with him and your impressions and inspiration? താങ്കളുടെ PhD കംപ്ലീറ്റ് ആയ മുറയ്ക്ക് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഫെലോഷിപ്പ് താങ്കൾക്ക് ലഭിച്ചിരുന്നല്ലോ. ആ ഫെലോഷിപ്പ് ഏർപ്പെടുത്തിയത് ജൂലിയൻ ഷ്വിംഗർ ആയിരുന്നു. അദ്ദേഹവുമായിട്ടുള്ള ഓർമ്മകൾ എന്തൊക്കെയായിരുന്നു? അതിന് സുദർശൻ നൽകുന്ന മറുപടിയാണ്, അമേരിക്കൻ ഫിസിസ്റ്റായ റോബർട്ട് ഓപ്പൻഹീമർ ഞങ്ങളെ വിസിറ്റ് ചെയ്തപ്പോൾ മാർഷക് ഒരു തവണ എനിക്കൊരു ഫെലോഷിപ്പിന് വേണ്ടി ഓപ്പൻഹീമറിൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്തിരുന്നു, അതും ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്. ഓപ്പൻഹീമർ അത് അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ ആ ടേം ഓൾറെഡി തുടങ്ങിയതിനാൽ ഇത്ര ലേറ്റ് ആയിപ്പോയി എന്ന കാരണത്താൽ അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ടു. Though Marshak recommended for a fellowship for me at the Institute of Advanced Studies, I was asked to wait until the next year, for it was already late in that term. Then Marshak approached Schwinger, and somehow he managed to arrange a special fellowship. ആ ഒരു പോയിന്റിൽ മാർഷക്ക് ഇടപെട്ടു. മാർഷക്ക് ഷ്വിംഗറിൻ്റെ അടുത്ത് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഈ ഒരു ഫെലോഷിപ്പ് റെഡിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സ്പെഷ്യൽ ഫെലോഷിപ്പ് എനിക്ക് വേണ്ടി ഏർപ്പാടാക്കി. അതിനെനിക്കൊരു ഷോർട്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ വെരി ഷോർട്ട് ഇൻ്റർവ്യൂ. വളരെ നല്ലൊരു അനുഭവമായിരുന്നു അത്. ഓൾറെഡി ഷ്വിംഗർ ന്യൂ അബൌട്ട് മൈ അച്ചീവ്മെൻറ്റ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് VA തിയറി. അദ്ദേഹം VA ഫീൽഡിൽ എൻ്റെ നേട്ടങ്ങളെപ്പറ്റി നല്ല ബോധ്യമുണ്ടായിരുന്നു. എങ്കിലും നിയർ ഡയഗ്രാംസിലും തിയറിക്കും അപ്പുറം പ്രാക്ടിക്കലായിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യുവാൻ സാധിക്കും എന്നൊരു ചെറിയ ടെസ്റ്റായിരുന്നു ആക്ച്വലി ആ ഇൻ്റർവ്യൂ. ദ ഡിസ്കഷൻ വാസ് വെദർ ഐ ന്യൂ എനി ഫീൽഡ് തിയറി ബിയോണ്ട് ഡയഗ്രാംസ്. And once it was clear that I understood field theory in more general sense, I was hired. അങ്ങനെ എന്നെ അവർ ഹയർ ചെയ്തു. അതായിരുന്നു ആ ഒരു അനുഭവം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ലെഡ് ടു യുവർ ഡിസിഷൻ ടു സെറ്റിൽ ഇൻ ദ USA? താങ്കൾ USA സെറ്റിൽ ചെയ്യാനുള്ള കാരണം എന്താണ്? ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ്, എങ്കിലും USA എന്തുകൊണ്ട് സെറ്റിൽ ചെയ്തു എന്നുള്ളതിനുള്ളൊരു ഉത്തരമാണ് സുദർശൻ തരുന്നത്. ആദ്യം തന്നെ ഒരു ചെറു പുഞ്ചിരിയോടുകൂടിയാണ് സുദർശൻ അത് പറഞ്ഞു തുടങ്ങിയത്. ഇന്ത്യയിൽ പലതവണ റിജക്റ്റ് ചെയ്യപ്പെട്ടപ്പോഴും USA തനിക്ക് വളരെ വലിയ ഒരു സ്വീകരണവും അംഗീകാരവും ഒക്കെയാണ് ലഭിച്ചതെന്ന് സുദർശൻ പറയുന്നു. While my advisor in India told me that you will not make it, at Rochester they asked me, where were you all this time? So that is the difference. ഇന്ത്യയിൽ വേണ്ടത്ര പ്രോത്സാഹനം ഒരിക്കലും കിട്ടിയിരുന്നില്ല. തന്നെ കൊണ്ട് പറ്റുകയില്ല എന്ന് പറഞ്ഞവർ ഡിസ്കറേജ് ചെയ്തപ്പോഴും റോച്ചസ്റ്ററിൽ ഒരു വളരെ വലിയ പ്രചോദനമാണ് നൽകിയത്. പിന്നെ എന്തുകൊണ്ട് USA തന്നെ അങ്ങ് സെറ്റിൽഡ് ആയി എന്നുള്ളതിന് മറ്റൊരു റീസൺ കൂടിയുണ്ട്. He says, actually I thought to complete my PhD in 5 years. But I finished it in 2 years. And after that, I was offered job by Schwinger. 5 വർഷത്തെ PhD 2 വർഷം കൊണ്ടാണ് സുദർശൻ കംപ്ലീറ്റ് ചെയ്തത്. ബാക്കി 3 വർഷം ഷ്വിംഗറിൻ്റെ കൂടെ ജോലി ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെയാണ് USA പോയത്. അപ്പോൾ അതിനിടയിൽ ഒരു ദിവസം മാർഷക് സുദർശനോട് ചോദിച്ചു, upon completion of your post doctoral, will you go back to India? അതിന് സുദർശൻ നൽകിയ ഉത്തരം, ഒരുപക്ഷെ ഞാൻ പോയേക്കും എന്ന് തന്നെയായിരുന്നു. മാർഷക് ഇത് ചോദിക്കാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഹോമി ബാബ എനിക്ക് ജോലി തരാൻ തയ്യാറായിരുന്നു, ഇന്ത്യയിൽ എനിക്ക് ജോലി തരാൻ തയ്യാറായിരുന്നു. അത് ബാബ മാർഷക്കിനോട് പറഞ്ഞു പോയപ്പോഴത്തേക്കും ഓൾറെഡി ലേറ്റ് ആയിരുന്നു. കാരണം ഞാൻ ഷ്വിംഗറിൻ്റെ ജോലി ആക്സെപ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഇന്ത്യയിലേക്ക് തിരികെ പോകാനായിട്ട് സാധിച്ചില്ല. USA തുടരേണ്ടതായിട്ടും വന്നു. ഇതായിരുന്നു സുദർശൻ ഇന്ത്യയിലേക്ക് മടങ്ങി പോവാതെ USA തന്നെ സെറ്റിൽഡ് ആവാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ. അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു, സോ ബാബ ഓൾസോ ഓഫർഡ് യു എ ജോബ്. ബാബയും താങ്കൾക്ക് ജോലി വാഗ്ദാനം ചെയ്തിരുന്നു അല്ലേ? ആ ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ എന്നായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. ബാബ ഒരു ഡേ വാഷിംഗ്ടണിലെത്തിയപ്പോൾ സുദർശനെ വിളിപ്പിച്ചു. VA ഫീൽഡിൽ അദ്ദേഹത്തിന്റെ പ്രാവീണ്യം ബാബയും മനസ്സിലാക്കിയിരുന്നു. പക്ഷേ സുദർശന് അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. കാരണം സുദർശൻ റോച്ചസ്റ്ററിലേക്ക് അപ്പോൾ ഓൾറെഡി പോയി കഴിഞ്ഞിരുന്നു. ഷ്വിംഗർ ഓഫർ ചെയ്ത ജോലിയുമായിട്ട് റോച്ചസ്റ്ററിലേക്ക് ഓൾറെഡി പോയി കഴിഞ്ഞിരുന്നു. റോച്ചസ്റ്ററിൽ ജോയിൻ ചെയ്ത ഫസ്റ്റ് ഇയർ റിയലി മെമ്മറബിൾ ആയിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് അവിടെ ഉണ്ടായി. വൺ ഡേ മാർഷക് വാസ് ഔട്ട് ഓഫ് ദ കൺട്രി ആൻഡ് ഓൾ ഹിസ് സ്റ്റുഡൻസ് വെർ ടു ബി ഹാൻഡിൽഡ് ബൈ അനദർ സീനിയർ പ്രൊഫസർ ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് നെയ്മഡ് ഗേബർ. As he had some personal problems, the responsibility of dealing the 10 graduate students along with teaching was vested on my shoulders, says Sudarshan. ഒരു ദിവസം മാർഷക്കിന് എന്തോ അത്യാവശ്യ കാര്യവുമായിട്ട് കൺട്രിയുടെ പുറത്ത് പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ 10ഓളം ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ ചുമതല പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ നെക്സ്റ്റ് സീനിയർ പ്രൊഫസറായ ഗേബറിൽ വന്നു ചേർന്നു. പക്ഷേ ഗേബറിന് ചില പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നതിനാൽ ഗേബർ ആ റെസ്പോൺസിബിലിറ്റി നേരെ സുദർശനെ ഏൽപ്പിച്ചു. അത് വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു എന്ന് സുദർശൻ ഓർത്തെടുക്കുകയാണ്. Of course, teaching was his passion, but teaching those 10 graduate students of Marshak was very difficult.
ബിക്കോസ് ദേ വെർ എക്സെപ്ഷണൽ സ്റ്റുഡൻസ്. ടീച്ചിങ് ഒബ്വിയസ്ലി സുദർശൻ്റെ പാഷൻ തന്നെയായിരുന്നു. പക്ഷേ ആ 10 കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. കാരണം അവർ അതിപ്രഗത്ഭരായ കുട്ടികളായിരുന്നു. അതും മാർഷക്കിൻ്റെ കുട്ടികളാണ്. അവരിൽ പ്രധാനികളായിരുന്നു ടോം ജോർദൻ, ഡഗ്ലസ് കറി ആൻഡ് കോർക്യൂട്ട് ബഡാക്കി. ആ സമയത്ത് സുദർശൻ താമസിച്ചുകൊണ്ടിരുന്നത് ബാച്ചിലർ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അതായത് സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ്റെ അടുത്തുള്ള ബാച്ചിലർ അപ്പാർട്ട്മെൻറ്റ്സിലായിരുന്നു. സോ ദേ വർ ഫ്രീ ടു അപ്രോച്ച് സുദർശൻ അറ്റ് എനി ടൈം. അത് സുദർശൻ ആ കുട്ടികളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ നേരിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഫോണിലൂടെയോ എപ്പോഴും സുദർശൻ അവർക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുത്തിരുന്നു. ഈ കുട്ടികളിൽ ജോർദൻ ഹി വാസ് വെരി ഗുഡ് വിത്ത് മാത്സ്. ജോർദൻ ആയിരുന്നു ആ കൂട്ടത്തിൽ മാത്സിൽ അഗ്രഗണ്യൻ. കറി ദോ ഗുഡ് അറ്റ് ഫിസിക്സ് വാസ് ഓൾവേസ് ആർഗ്യൂയിങ്. ഡഗ്ലസ് കറി ഫിസിക്സിൽ ഗുഡായിരുന്നു, പക്ഷേ എപ്പോഴും ഇങ്ങനെ ആർഗ്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അറ്റ് ദാറ്റ് ടൈം സുദർശൻ വാസ് സ്റ്റഡിയിങ് പോൾ ഡിറാക്സ് പ്രപ്പോസൽ ഫോർ ഹൗ ടു ഫോർമുലേറ്റ് റിലേറ്റിവിസ്റ്റിക് തിയറീസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. ആ സമയത്ത് സുദർശൻ പോൾ ഡിറാക്കിൻ്റെ റിലേറ്റിവിസ്റ്റിക് തിയറീസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് അതിൻ്റെ പ്രപ്പോസൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഈ കുട്ടികളുമായിട്ട് സുദർശൻ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ടും ഡഗ്ലസ് കറിയുമായിട്ടാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ഡഗ്ലസ് കറിയും ജോർദനും സുദർശനും കൂടെ ചേർന്ന് ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തു. മാനിഫെസ്റ്റ് കോവേരിയൻസ് വേഴ്സസ് റിലേറ്റിവിസ്റ്റിക് ഇൻവേരിയൻസ് എന്നായിരുന്നു ആ പേപ്പറിൻ്റെ പേര്. അതവർ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. സോ സുദർശൻ റിമെമ്പേഴ്സ് ദാറ്റ് ഇറ്റ് വാസ് എ വെരി ഇൻറ്റൻസ് പീരീഡ് ആൻഡ് ദോസ് 10 സ്റ്റുഡൻസ് വർ എക്സ്ട്രാ ഓർഡിനറി. അതുകൊണ്ട് എന്തുകൊണ്ടും ഓർമ്മിക്കാൻ ഒരുപാടുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ആ 10 കുട്ടികളും എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡൻസ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു സ്റ്റുഡൻറ്റ് വരുന്നത്. ആൻഡ് ദറ്റ് സ്റ്റുഡൻറ്റ് വാസ് മുകുന്ദ. മുകുന്ദ എന്നായിരുന്നു അയാളുടെ പേര്. ഈ മുകുന്ദ പിന്നീട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഒരു പ്രൊഫസറായിട്ടാണ് പിൽക്കാലത്ത് റിട്ടയർ ചെയ്തത്. മുകുന്ദ ഹി ഹാഡ് ഡൺ മാത്തമാറ്റിക്സ് ഫ്രം ഡൽഹി യൂണിവേഴ്സിറ്റി ആൻഡ് സുദർശൻ വാസ് ഓൾമോസ്റ്റ് അഫ്രൈഡ് ടു ടോക്ക് ടു ഹിം. സുദർശൻ ഓർത്തെടുക്കുകയാണ്, മുകുന്ദയോട് സംസാരിക്കാൻ തന്നെ അദ്ദേഹത്തിന് ഭയമായിരുന്നു. കാരണം മുകുന്ദ മാത്സിൽ അഗ്രഗണ്യനായിരുന്നു. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ ഭയം സുദർശൻ ഉണ്ടായിരുന്നു. ആൻഡ് സുദർശൻ വാസ് ടീച്ചിങ് ക്ലാസിക്കൽ മെക്കാനിക്സ് that year. And Sudarshan, he was a very different teacher. He had his own ways of teaching because he hated the mechanical way in which mathematics was presented in textbooks. അത് ആദ്യമേ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് ഏറ്റവും ദേഷ്യമുള്ള കാര്യമായിരുന്നു നമ്മളുടെ സിസ്റ്റം, അതായത് മാത്സ് വളരെ മെക്കാനിക്കലായിട്ടാണ് ടെക്സ്റ്റ് ബുക്സിൽ കൊടുത്തിരിക്കുന്നത്. അത് അദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതികളിലാണ് മാത്സ് പഠിപ്പിച്ചിരുന്നത്. അദ്ദേഹം ലെസൺസ് കൊടുക്കുമ്പോൾ, ലെക്ചേഴ്സ് കൊടുക്കുമ്പോൾ മുകുന്ദ ലെക്ചർ നോട്ട്സ് എഴുതിയെടുക്കുമായിരുന്നു. പിന്നീട് മുകുന്ദ എഴുതിയ ലെക്ചർ നോട്ട്സ് സുദർശൻ വാങ്ങി നോക്കിയപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹവും വയസ്സായിട്ടുള്ള ഒരു പ്രൊഫസർ തന്നെയായിരുന്നു എന്നുള്ളൊരു അഭിമാനമൊക്കെ തോന്നിയത് മുകുന്ദയുടെ ലെക്ചർ നോട്ട്സ് കണ്ടതിന് ശേഷമാണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് നിങ്ങളുടെ ടെക്സ്റ്റിലെ തന്നെ പാർട്ട് ബി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് സുദർശൻ റീകലക്ട് ഹിസ് എക്സ്പീരിയൻസ് വിത്ത് ദ സ്റ്റുഡൻസ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് റോച്ചസ്റ്റർ, അതിൻ്റെ ആൻസറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് the Nobel Prize is the greatest laurel in the academic world and is every scientist's dream. But is it administered fairly? അക്കാഡമിക് വേൾഡിലെ പരമോന്നത ബഹുമതിയായ നോബൽ പ്രൈസ് എല്ലാ ശാസ്ത്രജ്ഞന്മാരുടെയും ചിരകാല സ്വപ്നത്തിലൊന്നാണ്. അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? തികച്ചും നിഷ്പക്ഷമായിട്ട് തന്നെയാണോ അത് നൽകപ്പെടുന്നത്? ഈ ഒരു കാര്യത്തിൽ സുദർശൻ ഒരു ചെറിയൊരു അതൃപ്തിയൊക്കെ ഉണ്ടായിരുന്നു. ഹി സെറ്റ് നോ, അത് ഫെയർ ആയിട്ടല്ല അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആൻസർ. സുദർശൻ പറഞ്ഞത്, they could have nominated my name for Nobel Prize for my PhD thesis in 1957 itself. അവർക്ക് വേണമെങ്കിൽ 1957 പബ്ലിഷ് ചെയ്ത എൻ്റെ PhD തീസിസിന് തന്നെ അവർക്ക് എനിക്ക് നോബൽ പ്രൈസ് തരാമായിരുന്നു. അറ്റ്ലീസ്റ്റ് they could have done it after 10 years, but they didn't. അല്ലെങ്കിൽ അവർക്ക് ഒരു 10 വർഷത്തിന് ശേഷമെങ്കിലും എനിക്ക് നൽകാമായിരുന്നു. അവിടെയും അവർ എനിക്ക് തന്നില്ല. ഇൻസ്റ്റെഡ് they gave it to someone who did something on top of it, that is Glauber. പക്ഷേ അവർ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഗ്ലോബർ എന്നൊരു വ്യക്തിക്കാണ് പിന്നീട് ഈ നോബൽ പ്രൈസ് അതേ ഫീൽഡിൽ കൊടുത്തത്. അതായത് ഞാൻ ഗ്രൗണ്ട് വർക്ക് ചെയ്തു, അതിൻ്റെ പുറത്ത് ചെയ്തു വെച്ചിരുന്ന അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിരുന്ന ഗ്ലോബറിനാണ് പിന്നീട് ആ പ്രൈസ് അവർ നൽകുന്നത്. സോ സുദർശൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇഫ് യു വാണ്ട് ടു ഗീവ് അവാർഡ് ടു എനി ഫീൽഡ് യു ഹാവ് ടു ഗീവ് ഇറ്റ് ടു ദ പേഴ്സൺ ഹു ഡിഡ് ദ ഗ്രൗണ്ട് വർക്ക്. ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഏതെങ്കിലും ഒരു ബഹുമതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഫൗണ്ടേഷൻ ലേ ചെയ്ത ആൾ അല്ലെങ്കിൽ ഗ്രൗണ്ട് വർക്ക് ചെയ്ത ഒരാൾക്ക് വേണം കൊടുക്കാൻ, അല്ലാതെ അതിൻ്റെ പുറത്ത് എന്തെങ്കിലും കെട്ടിപ്പൊക്കിയ ഒരാൾക്കല്ല കൊടുക്കേണ്ടത്. ഗ്ലാഷോ, സലാം, വെയിൻബർഗ് ആൻഡ് ദ ലൈക്ക് ഡിഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ടു വാട്ട് ഐ ഡിഡ്. പ്രഗത്ഭരായ സയൻറ്റിസ്റ്റുകളായ ഗ്ലാഷോവും സലാമും വെയിൻബർഗും എല്ലാം ഞാൻ ചെയ്ത സ്റ്റെപ്പിൻ്റെ അടുത്ത സ്റ്റെപ്പ് മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. എന്നാൽ അവർക്കെല്ലാം നോബൽ പ്രൈസ് കിട്ടുകയും ചെയ്തു, എനിക്ക് കിട്ടിയതുമില്ല. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ,
നിങ്ങളുടെ ടെക്സ്റ്റിൽ പാർട്ട് ബിയിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിതൗട്ട് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ദേ കുഡൻറ്റ് ഹാവ് ഡൺ ഇറ്റ്, അതിൻ്റെ ആൻസറാണ്. ആൻഡ് ലേറ്റർ ഹി റിസീവ് ദ പോൾ ഡിറാക് മെഡൽ, ദാറ്റ് ടു അറ്റ് ദ 10th year ഓഫ് ദ പ്രൈസ്. പിന്നീട് അദ്ദേഹത്തിന് കിട്ടിയ മറ്റൊരു പരമോന്നത ബഹുമതിയായിരുന്നു പോൾ ഡിറാക് മെഡൽ. പക്ഷേ അതും ആദ്യമായിട്ട് കിട്ടുന്ന വ്യക്തിയൊന്നുമല്ല സുദർശൻ. 10ാമത്തെ വർഷമാണ് ഇദ്ദേഹത്തിന് അത് നൽകി ആദരിക്കുന്നത്. ആൻഡ് ഓൾസോ സുദർശൻ സീസ് ദാറ്റ് ഹിസ് ലൈഫ് ആൻഡ് ഹാപ്പിനെസ് ഇസ് നോട്ട് ഡിപെൻഡൻറ്റ് ഓൺ നോബൽ പ്രൈസ്. മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു, നോബൽ പ്രൈസ് കിട്ടിയില്ല എന്ന് കരുതി എനിക്ക് സങ്കടമൊന്നുമില്ല, കാരണം എൻ്റെ ലൈഫും എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ നോബൽ പ്രൈസിന് ഡിപെൻഡൻ്റ് ഒന്നുമല്ല. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ഹാവ് റിമൈൻഡ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ throughout your long professional career in the USA. You also have received the Padma Bhushan from India. You founded the Center for Theoretical Studies at IISc Bangalore and later became the director of the Institute of Mathematical Sciences, that is IMSc, Chennai, giving it its modern form. What are your recollections of these efforts? താങ്കളുടെ പ്രൊഫഷണൽ കരിയറിൻ്റെ ഉടനീളം താങ്കൾ ഒരു ഇന്ത്യൻ സിറ്റിസനായി തുടർന്നു. ഇന്ത്യയിൽ താങ്കളെ പത്മഭൂഷൺ നൽകി ആദരിക്കുകയും ചെയ്തു. താങ്കൾ സെൻറ്റർ ഫോർ തിയററ്റിക്കൽ സ്റ്റഡീസ് ബാംഗ്ലൂരിൻ്റെ ഫൗണ്ടറിൽ ഒരാളുമായിരുന്നു. പിന്നീട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസസിൻ്റെ ഡയറക്ടറായിട്ടും പ്രവർത്തിച്ചു. ആ കാലഘട്ടത്തെ പറ്റിയുള്ള ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവയ്ക്കാമോ എന്നുള്ളതായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. സോ സുദർശൻ സേസ്, വെൻ ഐ ടുക്ക് ഓവർ IMSc, ഇറ്റ്സ് ബഡ്ജറ്റ് വാസ് 3 crores. IMSc റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം അത് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് വെറും 3 കോടിയായിരുന്നു. അതേസമയം വെൻ ഐ ഹാൻഡിൽ ഇറ്റ് ഓവർ ദ ബഡ്ജറ്റ് റോസ് ടു 30 crores. 5 വർഷത്തോളം അദ്ദേഹം അത് ഏറ്റെടുത്ത് തിരികെ ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് 3 കോടിയിൽ നിന്ന് 30 കോടിയായിട്ട് ഉയർന്നിരുന്നു. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആയിട്ടാണ് സുദർശൻ കാണുന്നത്. അതുമാത്രമല്ല ആ തുക നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കാനും സാധിച്ചു എന്ന് അദ്ദേഹം ഓർക്കുന്നു. എ ലോട്ട് വെൻറ്റ് ഇൻ ടു ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, ലൈബ്രറി റിനോവേഷൻ, ഒരുപാട് തുക ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ വേണ്ടിയിട്ട് ചിലവാക്കി. അതുപോലെ തന്നെ ലൈബ്രറിയുടെ റിനോവേഷന് വേണ്ടിയിട്ട് ഒരുപാട് തുക ചിലവാക്കേണ്ടതായിട്ട് വന്നു. ആ ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഏകദേശം ശിഥിലരിച്ച ഒരു അവസ്ഥയായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഇൻഫെസ്റ്റഡ് വിത്ത് റാറ്റ്സ് ആൻഡ് സ്നേക്സ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു അക്കാഡമിക് സ്റ്റാഫിൻ്റെ സാലറി. ദേ വർ നോട്ട് ഡീസൻ്റ്ലി പെയ്ഡ് ആൻഡ് ദർ സാലറി ഹാഡ് റിമൈൻഡ് എക്സ്ട്രീംലി ലോ. അക്കാഡമിക് സ്റ്റാഫിൻ്റെ സാലറിയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പഴയ സാലറി സ്കെയിൽ തന്നെയാണ് അവർ കുറേ വർഷങ്ങളോളം വാങ്ങിക്കൊണ്ടിരുന്നത്. അതിലൊരു ഹൈക്കും ഉണ്ടായിരുന്നില്ല. എന്നാൽ നിരന്തരമായിട്ട് അവർ സാലറി കൂട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് വാദങ്ങളും നിവേദനങ്ങളും ഒക്കെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ ഒരു ഫലവും കണ്ടില്ല. ചാൾസ് ഡിക്കൻസിൻ്റെ ഒലിവർ ട്വിസ്റ്റ് എന്നുള്ള നോവലിൽ ഒലിവർ ട്വിസ്റ്റ് കൂടുതൽ സൂപ്പ് ആവശ്യപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന അതേ റെസ്പോൺസ് തന്നെയായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അവരും നേരിടേണ്ടി വന്നത്. സാലറി ഹൈക്ക് ഡിമാൻഡ് ചെയ്തപ്പോഴും ഉണ്ടായത് ഇതേ അവസ്ഥ തന്നെയാണ്. ഫൈനലി ആഫ്റ്റർ കോൺസ്റ്റൻറ്റ് ഡിമാൻഡിങ് ദി IMSc ഫാക്കൽറ്റി റിസീവ്ഡ് സബ്സ്റ്റാൻഷ്യൽ റേസസ്. അങ്ങനെ സുദർശൻ ഇത് ഏറ്റെടുത്ത ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് ഇവരുടെ സാലറിയിൽ ഇൻക്രിമെൻ്റ് ഉണ്ടായി. ഫൈനലി ദി IMSc ഫാക്കൽറ്റി റിസീവ്ഡ് സബ്സ്റ്റാൻഷ്യൽ റേസസ്. അതുപോലെ തന്നെ സുദർശന് IIScയുടെ ഡയറക്ടർഷിപ്പ് നൽകാനുള്ള ആലോചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് പക്ഷേ എങ്ങും എത്തിയില്ല. ദെൻ ലേറ്റർ Sudarshan and team set up the Center for Theoretical Studies in IISc for carrying out research in applying maths in both basic and applied sciences. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു സുദർശനും സുദർശൻ്റെ ടീമും കൂടി ചേർന്ന് IIScയിൽ ഒരു സെൻറ്റർ ഫോർ തിയററ്റിക്കൽ സ്റ്റഡീസ് സ്ഥാപിച്ചു. അതിൻ്റെ പ്രധാന ഉദ്ദേശമെന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ബോത്ത് ബേസിക് ആൻഡ് അപ്ലൈഡ് സയൻസിൽ പ്രായോഗികമാക്കുക എന്നുള്ളതായിരുന്നു. അതിലവർ സക്സീഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത്രയാണ് IMScയും IIScയിലും ഒക്കെ അദ്ദേഹം ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിലെ ഓർമ്മകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺസ് യുവർ നെയിം വാസ് സിനോണിമസ് വിത്ത് ടാക്കിയൻസ്. നൗ വി ഡോണ്ട് ഹിയർ മച്ച് അബൌട്ട് ഇറ്റ്. കുഡ് യു റിഫ്ലക്ട് ഓൺ ടാക്കിയൻസ് ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ്? താങ്കളുടെ പേര് ഒരിക്കൽ ടാക്കിയോൺസുമായി ബന്ധപ്പെടുത്തി ഒരുപാട് ന്യൂസ് വന്നിരുന്നല്ലോ. ഇപ്പോൾ അതേപ്പറ്റി ഒന്നും കേൾക്കുന്നുമില്ല. താങ്കൾക്ക് ടാക്കിയോൺസിനെ പറ്റിയും അതിൻ്റെ സാധ്യതകളെ പറ്റിയും എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ, സുദർശൻ ഡിനൈസ് ദാറ്റ് നത്തിങ് ഈസ് ബീയിങ് ഹേർഡ് അബൌട്ട് ടാക്കിയൻസ്. ആദ്യം തന്നെ സുദർശൻ ടാക്കിയോൺസിനെ പറ്റി ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ല എന്ന വാദം തള്ളിക്കളയാണ്. അദ്ദേഹം പറയുന്നത് ഇപ്പോഴും ടാക്കിയൻസിന് പ്രസക്തിയുണ്ട്, പക്ഷെ അതേപറ്റി ആരും ബോധേഡല്ല, കാരണം ആവശ്യം ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അദ്ദേഹം ഓർത്തെടുക്കുകയാണ്, ഇറ്റ് വാസ് 2 years ബാക്ക് മൈ പ്രപ്പോസൽ റിഗാർഡിംഗ് ദ ടാക്കിയൻസ് ക്രിയേറ്റഡ് എ ഗ്രേറ്റ് ഫ്യൂറോർ. ആദ്യമായി ടാക്കിയൻസിനെ പറ്റിയും അതിൻ്റെ പോസിബിലിറ്റീസിനെ പറ്റിയും ഞാൻ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചപ്പോൾ അത് സയൻസിൻ്റെ ഫീൽഡിൽ തന്നെ വളരെ വലിയൊരു കോളിളക്കമാണ് സൃഷ്ടിച്ചത്. അങ്ങനെയൊന്നില്ല എന്നായിരുന്നു എല്ലാവരുടെയും വാദം. When I said there might exist some particles that could travel faster than the light,
പീപ്പിൾ കുഡിൻ ബിലീവ് മീ. ലൈറ്റിനേക്കാൾ വേഗതയേറിയ പാർട്ടിക്കിൾസ് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നുവെന്നും അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുമെന്നും ഞാൻ അവകാശപ്പെട്ടപ്പോൾ മെൻ ഓഫ് സയൻസ് എന്നെ തള്ളിക്കളയാണ് ചെയ്തത്. ജനങ്ങളത് വിശ്വസിക്കാൻ തയ്യാറായില്ല. ആൻഡ് പീപ്പിൾ ഗ്രേറ്റ്ലി മിസ്അണ്ടർസ്റ്റുഡ് സർട്ടൻ തിങ്സ് റിഗാർഡിംഗ് ദിസ്. ജനങ്ങൾക്ക് ലാർജ് സ്കെയിലിൽ തന്നെ തെറ്റിദ്ധാരണയുണ്ടായിരുന്നു ഈ ടാക്കിയൻസിനെ പറ്റിയിട്ട്. ആൻഡ് സോ ഫാർ നോ വൺ ഹാസ് ഫൗണ്ട് ഇറ്റ്. ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ഇറ്റ് കുഡൻ ബി ഫൗണ്ട് അറ്റ് ഓൾ. സുദർശൻ പറയാണ്, ടാക്കിയോൺസ് എന്നല്ല ഒരു കാര്യം, ഏതൊരു കാര്യവുമായിക്കോട്ടെ, അത് കണ്ടുപിടിക്കപ്പെട്ടില്ല എന്ന് കരുതി ഫ്യൂച്ചറിൽ ഒരു പോയിന്റിലും അത് കണ്ടുപിടിക്കപ്പെടില്ല എന്നുള്ള തെറ്റായ ധാരണ അത് നമുക്ക് ഗുണം ചെയ്യില്ല എന്നാണ് സുദർശൻ പറയുന്നത്. ദർ ഇസ് എ ചാൻസ് ഫോർ ഡിസ്കവറിങ് ഇറ്റ് ലേറ്റർ അറ്റ് സം പോയിന്റ് ഇൻ ഫ്യൂച്ചർ. ടാക്കിയോൺസ് ചിലപ്പോൾ ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടില്ലായിരിക്കാം, പക്ഷേ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും അത് കണ്ടുപിടിക്കപ്പെട്ടേക്കാം എന്നാണ് സുദർശൻ പറയുന്നത്. ഞാൻ കണ്ടുപിടിച്ചത് ടാക്കിയോൺസിനെ അല്ല, ടാക്കിയോൺസ് എന്നുള്ള പാർട്ടിക്കിളിൻ്റെ പോസിബിലിറ്റി, അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ, അതിൻ്റെ സ്കോപ്പ്, അത് മാത്രമാണ് ഞാൻ കണ്ടുപിടിച്ചത്. അല്ലാതെ ടാക്കിയോൺസിനെ ഞാൻ ഡിസ്കവർ ചെയ്തിട്ടില്ല എന്നാണ് സുദർശൻ പറയുന്നത്. അങ്ങനെ ഒരു പാർട്ടിക്കിളിൻ്റെ എക്സിസ്റ്റൻസിന് സാധ്യതയുണ്ട് എന്നാണ് സുദർശൻ മുന്നോട്ട് വെച്ചത്. അതുമാത്രമല്ല, ഇങ്ങനെയുള്ള പാർട്ടിക്കിൾസിൻ്റെ എക്സിസ്റ്റൻസ് അത് ചൂണ്ടിക്കാട്ടിയ ആദ്യത്തെ വ്യക്തിയുമല്ല ഞാൻ. ദർ ആർ സോ മെനി ഹു തോട്ട് അബൌട്ട് ദി എക്സിസ്റ്റൻസ് ഓഫ് പാർട്ടിക്കിൾസ് ദാറ്റ് ക്യാൻ മൂവ് ഫാസ്റ്റർ ദൻ ലൈറ്റ്. എനിക്ക് മുന്നേ വന്ന ഒരുപാട് പേര് ഈ ലൈറ്റിനേക്കാൾ വേഗതയേറിയ പാർട്ടിക്കിൾസ് ഉണ്ടായേക്കാം എന്നുള്ള കാര്യം പറഞ്ഞവരുണ്ട്. പക്ഷെ അന്നൊന്നും ആരും അവരെ ചെവിക്കൊള്ളാൻ പോലും തയ്യാറല്ലായിരുന്നു. യൂഷ്വലി, ആസ് പെർ ദ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ഇഫ് യു ഗിവ് മോർ എനർജി ടു എ പാർട്ടിക്കിൾ ഇറ്റ് ക്യാൻ മൂവ് ഫാസ്റ്റർ, ബട്ട് ഇറ്റ് ക്യാൻ നെവർ റീച്ച് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ആൻഡ് സം റിഗാർഡഡ് ദിസ് ആസ് എൻ അബ്സല്യൂട്ട് ബാരിയർ ആൻഡ് നത്തിങ് കുഡ് ക്രോസ് ദിസ് ലിമിറ്റ്. നമ്മളുടെയൊക്കെ സിസ്റ്റത്തിൻ്റെയും തിയറീസിൻ്റെയൊക്കെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇപ്പോഴും പൊളിച്ചെഴുതപ്പെടേണ്ട പലതും ഉണ്ട്, സയൻസിലുണ്ട്. ഫോർ എക്സാമ്പിൾ, തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രകാരം ഒരു പാർട്ടിക്കിളിന് ഊർജ്ജം നൽകും തോറും അതിൻ്റെ വേഗത കൂടുന്നു. എന്നിരുന്നാലും എത്ര വേഗത കൂടിയാലും അതിന് പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കാനായിട്ട് പറ്റില്ല എന്നാണ് വാദം അല്ലെങ്കിൽ വൈപ്പ്. സുദർശൻ പറയുന്നത് ഇവിടെയാണ് നമ്മുടെ പ്രശ്നം. ശരിക്കും അങ്ങനെയല്ല. ലൈറ്റ് ബാരിയർ അല്ല അബ്സല്യൂട്ട് ബാരിയർ. അതിനെ ക്രോസ് ചെയ്യാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. അത് നമ്മൾ കണ്ടുപിടിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അത് കണ്ടുപിടിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്കത് ആവശ്യമില്ല. നമുക്ക് ആവശ്യം വരുമ്പോഴാണ് നമ്മൾ ഡിസ്കവറീസ് നടത്തുന്നത്. നെസസിറ്റി ഇസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. അതിന് അദ്ദേഹം ഒരു എക്സാമ്പിളും പറയുന്നു, ഒരു അനാലജിയും പറയുന്നു. ജസ്റ്റ് ഇമാജിൻ ദാറ്റ് യു ആർ ഫോളോഡ് ബൈ എ ഡോഗ് while you go for a walk and the dog is not well intentioned at you. Then you try to walk faster. Eventually you start running and the dog will follow you but it will not catch up with you. Imagine ചെയ്യുക, നിങ്ങളൊരു ദിവസം നടക്കാനായിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങളെ ഒരു ഡോഗ് പിന്തുടരുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ആ ഡോഗിൻ്റെ ഉദ്ദേശം അത്ര ശരിയല്ല, നിങ്ങളെ ബൈറ്റ് ചെയ്യാനാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ നടത്തത്തിൻ്റെ സ്പീഡൊന്ന് കൂട്ടും. അങ്ങനെ നടത്തം മാറി ഓട്ടമാകും. കാരണം നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഡോഗിൽ പിടികൊടുക്കാതിരിക്കുക, ഡോഗ് നമ്മളെ പിടിക്കരുത്, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ആ ഡോഗ് വേഗത കൂട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ പരമാവധി സ്പീഡിൽ നിങ്ങൾ ഓടാനായിട്ട് തുടങ്ങും. അതല്ലെങ്കിൽ നിങ്ങളുടെ പരമാവധി സ്പീഡിനെ നിങ്ങൾ ചിലപ്പോൾ ബ്രേക്ക് ചെയ്യും, അല്ലേ? അപ്പോൾ ഒന്നും ഒരു ബാരിയർ അല്ല. നമ്മളുടെ ആവശ്യം എങ്ങനെയുള്ളതാണ്, നമ്മളുടെ നെസസിറ്റി എങ്ങനെയുള്ളതാണ് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മളുടെ ഡിസ്കവറി ഉണ്ടാകുന്നത്. ഇവിടെ സുദർശൻ ഈ ഒരു അനാലജി പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല. ഇപ്പോൾ ലൈറ്റിൻ്റെ വേഗത അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നമ്മൾ തൃപ്തരാണ്. നമുക്കതിലും ഫാസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിലും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നിൻ്റെ ആവശ്യം ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. വി ഹാവ് യെറ്റ് കം അക്രോസ് സച്ച് എ ഡോഗ് എന്നാണ് സുദർശൻ പറയുന്നത്. ഇതുവരെ നമുക്കങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല. നെസസിറ്റി വരാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ലൈറ്റിനേക്കാൾ ഫാസ്റ്ററായ പാർട്ടിക്കിൾസിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാത്തത്. പിന്നെ മറ്റൊരു പ്രധാന പ്രശ്നം, നമുക്ക് മുന്നേ നടന്ന മഹാരഥന്മാർ സ്ഥാപിച്ച പലതിനെയും പൊളിച്ചെഴുതാൻ നമുക്ക് എന്തോ ഒരു മടിയാണ്. അതൊരു പൊളിറ്റിക്സ് കൂടിയാണ്. നമുക്ക് മുന്നേ വന്ന ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള സയൻറ്റിസ്റ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഐൻസ്റ്റൺ എന്താണ് പറഞ്ഞത്? ഐൻസ്റ്റൺ സെഡ് ദാറ്റ് നത്തിങ് ക്യാൻ മൂവ് ഫാസ്റ്റർ ദൻ ലൈറ്റ്. സുദർശൻ പറയുന്നത് ഒബ്വിയസ്ലി ഐൻസ്റ്റൺ സ്റ്റേറ്റ്മെൻറ്റ് വാസ് മെയ്ഡ് ഇൻ ദ ടൈം ഹി ലിവ്ഡ്. It was relevant then, but not now. And he was an old man that time. Obviously, he has said many good things. And what if one thing he said go wrong? സുദർശൻ ചോദിക്കുന്നത്, ഐൻസ്റ്റൺ അന്ന് പറഞ്ഞു ലൈറ്റിനേക്കാൾ വേഗതയുള്ള പാർട്ടിക്കിൾസ് ഈ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഒന്നിനും ലൈറ്റിനേക്കാൾ വേഗതയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം അന്ന് പറഞ്ഞത് ആ കാലഘട്ടത്തിൽ റെലവൻ്റ് ആയിരുന്നു. പക്ഷേ ഇന്ന് കാലം ഒരുപാട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ സയൻസിൻ്റെ ഫീൽഡിൽ. അതുമാത്രമല്ല, ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഈ ഒരു കണ്ടുപിടുത്തം ഐൻസ്റ്റൺ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പ്രസ്താവന മുന്നോട്ട് വയ്ക്കുമ്പോൾ അദ്ദേഹം അതൊരു ഓൾഡ് മാൻ ആയിരുന്നു. അതിനു മുന്നേ ഒരുപാട് നല്ല കാര്യങ്ങൾ ഐൻസ്റ്റൺ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്.
എന്ന് കരുതി അദ്ദേഹം പറയുന്നതെല്ലാം ശരിയാകണമെന്നില്ല. അദ്ദേഹം ഒരു തെറ്റ് പറഞ്ഞു പോയി എന്നുകൊണ്ട് അദ്ദേഹം അത്രയും നാൾ പറഞ്ഞതൊന്നും നുണയാകുന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിനും തെറ്റ് പറ്റാം, പക്ഷേ നമുക്കാണ് അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള മടി. ഐൻസ്റ്റീൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ അതുപോലെ തന്നെ അത് വിശ്വസിക്കുകയാണ് എന്നാണ് സുദർശൻ പറയുന്നത്. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. സോ ഇഫ് യു ആസ്ക് മീ, can anyone find such a thing faster than light? Definitely I would say yes. അതുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ് ലൈറ്റിനേക്കാൾ ഫാസ്റ്ററായിട്ട് ട്രാവൽ ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും പാർട്ടിക്കിൾസ് ഈ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ആൻസർ യെസ് എന്ന് തന്നെയായിരിക്കും. ഇനി ഈ ടാക്യൂൺസ് എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ, അതിൻ്റെ യൂസ്, ഇതൊക്കെ എന്താണെന്ന് സുദർശൻ പറയുകയാണ്. Now coming to the use and application of tachyons, they have a wide range of application. With tachyons, communication can be made faster and easier in this world of most modern technology. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് മോസ്റ്റ് മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഒരു വേൾഡിലാണ്. ഈ ഒരു വേൾഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. ഈ ടാക്യൂൺസിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ഫാസ്റ്റ് ആക്കാൻ സാധിക്കും, ഈസിയർ ആക്കാൻ സാധിക്കും. അറ്റ് പ്രസൻറ്റ് വി ആർ ലിമിറ്റഡ് ബൈ ദ ലൈറ്റ് ബാരിയർ, ആൻഡ് ഇഫ് യു ക്യാൻ ഓവർകം ദിസ് ലൈറ്റ് ബാരിയർ വി ക്യാൻ ഈവൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അനദർ സ്റ്റാർ. ഇപ്പോഴത്തെ നമ്മുടെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ബാരിയറാണ്, സ്പീഡിൻ്റെ ലിമിറ്റ് ലൈറ്റ് ബാരിയറാണ്. അപ്പോൾ അതിനേക്കാൾ വേഗതയുള്ള പാർട്ടിക്കിൾസ് വന്നാലും നമുക്ക് അതിനേക്കാൾ ഡിസ്റ്റൻസിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് മറ്റൊരു സ്റ്റാറിൽ വരെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കുമെന്നാണ് സുദർശൻ പറയുന്നത്, ടാക്യൂൺസ് ഉണ്ടെങ്കിൽ. ആൻഡ് സുദർശൻ സേസ് ദാറ്റ് ഇഫ് യു ഡോണ്ട് മേക്ക് യൂസ് ഓഫ് ദീസ് വി ആർ മിയർ ഫ്രോക്സ് ഇൻ ദ പോൺസ്. ശരിക്കും ഈ ഒരു സാധ്യത നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തിയില്ലെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഉള്ളതുകൊണ്ട് തൃപ്തരായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറും പൊട്ടക്കിണറ്റിലെ തവളയുടെ അവസ്ഥ തന്നെയാണ്. നമ്മളൊരു പ്രോഗ്രസ്സും ഭാവിയിൽ നമ്മൾ വിറ്റ്നസ് ചെയ്യുകയില്ല എന്നാണ് സുദർശൻ പറയുന്നത്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് യു ക്യാൻ ഡു തിങ്സ് അറ്റ് എ ഡിസ്റ്റൻസ് ഫാസ്റ്റർ ദാൻ ലൈറ്റ് ക്യാൻ ട്രാവൽ. അപ്പോൾ ലൈറ്റിന് ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അതിനേക്കാൾ ഫാസ്റ്റർ ആയിട്ടുള്ള പാർട്ടിക്കിളിന് പോകാൻ കഴിയുന്ന ഡിസ്റ്റൻസും ലൈറ്റിന് പോകാൻ കഴിയുന്ന ഡിസ്റ്റൻസിനേക്കാൾ വലുതാണ് അല്ലേ. അപ്പോൾ യു ക്യാൻ ഡു തിങ്സ് അറ്റ് എ ഡിസ്റ്റൻസ് ഫാസ്റ്റർ ദാൻ ലൈറ്റ് ക്യാൻ ഡു. അപ്പോൾ ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലുള്ള ഡിസ്റ്റൻസിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ദെബൈ ദ റേഞ്ച് ഓഫ് ഡൂയിങ് തിങ്സ് ഗെറ്റ് എക്സ്റ്റെൻഡഡ്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുടെ ആ ഒരു റേഞ്ച് എക്സ്റ്റെൻഡഡ് ആവുകയാണ്. ആൻഡ് ആസ് എ റിസൾട്ട് ഡിസ്റ്റൻറ്റ് പ്ലേസസ് വുഡ് ബിക്കം നിയർ. ഒരു കാലത്ത് ഡിസ്റ്റൻ്റ് എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന പ്ലേസസ് എല്ലാം നമുക്ക് നിയർ ബൈ ആയിട്ട് അപ്പിയർ ചെയ്യും. അത് നമുക്ക് വളരെ വലിയൊരു നേട്ടമാണ് കൊണ്ടുവരിക. നമ്മുടെ വേൾഡിൻ്റെ മുഖഛായതിൻ്റെ മാറിപ്പോവും, നമ്മുടെ ഇക്കണോമി തന്നെ അതുകൊണ്ട് പ്രോസ്പർ ചെയ്യുമെന്നാണ് സുദർശൻ പറയുന്നത്. പക്ഷേ ജനങ്ങൾ ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഈവൻ മെൻ ഓഫ് സയൻസ് വരെ ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. സാഡ്ലി മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഡോണ്ട് ബിലീവ് ഇൻ ടാക്യൂൺസ്. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ ഹെൽപ്ലെസ് ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹൗ ഡു യു റേറ്റ് ദ പ്രസന്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് സയന്റിഫിക് റിസർച്ച് carried out in India? Are you really pleased with the work that is happening at our universities and institutes? ഇന്ത്യയിലെ നിലവിലുള്ള സയന്റിഫിക് റിസർച്ചിനെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? അതിനെ താങ്കൾ എങ്ങനെ റേറ്റ് ചെയ്യുന്നു? നമ്മുടെ യൂണിവേഴ്സിറ്റികളിലും ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ഒക്കെ നടക്കുന്ന റിസർച്ചിൻ്റെ വർക്കിൽ താങ്കൾ തൃപ്തനാണോ? ഇതായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. ആൻഡ് ഹി സേസ് ദാറ്റ് except the hype, he could hardly see any big results coming out of them. Most scientists are locked up in their comfort zones with no desire to excel. So progress is not made by repeating what has already been done. Progress is when one undertakes new missions and challenges. സുദർശൻ അതിന് നൽകിയ മറുപടി ഇങ്ങനെയാണ്: വലിയ തോതിൽ റിസർച്ചൊക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. എങ്കിലും ഈ ഹൈപ്പ് അല്ലാതെ ശരിക്കും അതിൽ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ട്ഫുൾ ആയിട്ട് നടക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് സുദർശൻ പറയുന്നത്. കൂടുതൽ പേരും അവരവരുടെ ചെറിയ കണ്ടുപിടുത്തങ്ങളുടെ വിജയത്തിൽ ഇങ്ങനെ ഓവർവെൽംഡായി അവരുടെ ഒരു കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കുകയാണ്. സയൻറ്റിസ്റ്റുകളുടെ കാര്യമാണ് പറഞ്ഞത്. എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിക്കും, അതുകൊണ്ട് അവർ തൃപ്തരാണ്. എന്നാൽ അതിനും മീതെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം അവർക്കില്ല. വലിയ വലിയ ചാലഞ്ചസ് ഏറ്റെടുക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡും അവർക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പ്രോഗ്രസ് ഉണ്ടാവുക എന്നാണ് സുദർശൻ ചോദിക്കുന്നത്. പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ചെയ്തു വെച്ചൊരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നതല്ല. പുതിയ കാര്യങ്ങൾ, പുതിയ ചാലഞ്ചസ് ഏറ്റെടുക്കുക, പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുക, അപ്പോഴാണ് നമ്മൾക്ക് പ്രോഗ്രസ് ഉണ്ടാവുക. അതുകൊണ്ട് ഇന്ത്യയിൽ നിലവിലുള്ള സയൻറ്റിഫിക് റിസർച്ചിൻ്റെ ഫീൽഡിൽ കാര്യമായ പ്രോഗ്രസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് സുദർശൻ അഭിപ്രായപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ഡു യു തിങ്ക് വി സ്റ്റിൽ ലാക്ക് ഫെസിലിറ്റീസ് ഫോർ ഡൂയിങ് ഡീസൻറ്റ് സയൻസ് ഇൻ ഇന്ത്യ? അപ്പോൾ നേരത്തെ ചോദിച്ച ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് വന്നിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇന്ത്യയിലെ സയൻറ്റിഫിക് റിസർച്ചിൻ്റെ കാര്യത്തിൽ താങ്കൾക്ക് അത്ര തൃപ്തിയില്ല. അപ്പോൾ താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇന്ത്യയിൽ ഇപ്പോഴും സയൻറ്റിഫിക് റിസർച്ച് ചെയ്യാൻ മതിയായ സൗകര്യങ്ങളുണ്ടെന്ന്? അതിന് സുദർശൻ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ ഫെസിലിറ്റീസ് ബട്ട് ദി ആറ്റിറ്റ്യൂഡ് ദാറ്റ് റിയലി മാറ്റേഴ്സ്. എന്ന് അദ്ദേഹം പറയുന്നത് ഫെസിലിറ്റീസ് ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ പരാതിപ്പെടുന്നതിൽ ഒരർത്ഥവുമില്ല. നമ്മളുടെ ആറ്റിറ്റ്യൂഡാണ്, എന്തൊരു കാര്യവും ചെയ്യാനുള്ള നമ്മളുടെ മനോഭാവമാണ് മാറ്റർ ചെയ്യുന്നത്. ഇന്ന് നിരവധി പേര് ഇന്ത്യ വിട്ട് പുറത്തു പോകുന്നുണ്ട്.
അതിനവർ റീസൺ പറയുന്നത്, അല്ലെങ്കിൽ ഇന്ന് നിരവധി പേര് ഇന്ത്യ വിട്ട് പുറത്തു പോകുന്നതിന് അവർ മുന്നോട്ട് വയ്ക്കുന്ന റീസൺ ഇതാണ്: ഇന്ത്യയിൽ ബെറ്റർ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഇല്ല, പക്ഷേ എബ്രോഡ് ബെറ്റർ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ അതല്ല റീസൺ. ഇന്ത്യയിലെ ഫെസിലിറ്റീസ് അല്ല ഇല്ലാത്തത്, ഇന്ത്യയിൽ പ്രോപ്പറായിട്ടുള്ളൊരു സയൻറ്റിഫിക് ടെമ്പർ ഇല്ല. യാതൊരുവിധ പ്രോത്സാഹനവും ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്നില്ല. പുറത്തു പോകുന്നവർ അവിടെ പ്രോസ്പെർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ലാബോറട്ടറീസ് അല്ല അതിൻ്റെ റീസൺ. പകരം അവിടുത്തെ സയൻറ്റിഫിക് ടെമ്പർ, എൻകറേജ്മെൻറ്റ്, ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെയാണ് ശരിക്കും പ്രോഗ്രസ് ഉണ്ടാക്കുന്നത്. ഒരു സയൻറ്റിസ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഒരു ലാബ് വേണമെന്ന് ആരാണ് പറഞ്ഞത്? സുദർശൻ പറയുന്നത്, ഐ ഡോണ്ട് നീഡ് എ ലാബ്, ഐ ജസ്റ്റ് വാക്ക് അറൗണ്ട് വിത്ത് മൈ ഹാൻഡ്സ് ഇൻ മൈ പോക്കറ്റ്. എന്തെങ്കിലും ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ എൻ്റെ പോക്കറ്റിൽ നിന്ന് പെൻസിൽ എടുക്കും, അല്ലെങ്കിൽ പെൻ എടുക്കും, പേപ്പറിൽ അത് നോട്ട് ഡൗൺ ചെയ്യും. അല്ലാതെ ഒരു ലാബ് നിർബന്ധമായും വേണം, വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ലാബ്, എല്ലാ ഫെസിലിറ്റീസും ഉള്ളൊരു ലാബ് നിർബന്ധമാണ് എന്ന് ഞാൻ പറയുന്നില്ല എന്നാണ് സുദർശൻ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. സയൻസ് ചെയ്യുന്നതെല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണെന്ന വാദവും എനിക്കില്ല എന്ന് പറയുന്നുണ്ട്. വൺ കനോട്ട് സേ ദാറ്റ് സയൻസ് ഇസ് ഡൂയിങ് ഓൾ ദ റൈറ്റ് തിങ്സ്, ബട്ട് ദ നമ്പർ ഓഫ് സയൻറ്റിസ്റ്റ് ടുഡേ കമ്പയർഡ് വിത്ത് ടൈം ബിഫോർ ഇസ് അമേസിങ്. പക്ഷെ അദ്ദേഹം പറയുന്നത്, എനിവേ സയൻറ്റിസ്റ്റുകളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവാണ് കണ്ടുവരുന്നത്. ഇതിന് മുന്നേ ഉള്ള കാലവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് സയൻറ്റിസ്റ്റുകളുടെ നമ്പേഴ്സ് വളരെ കൂടുതലാണ്. സുദർശൻ പറയുന്നത്, സുദർശൻ്റെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സയൻറ്റിസ്റ്റുകളെന്ന് വിളിക്കുവാൻ സാധിക്കുമായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് സുദർശനെ പോലുള്ള ഒരു സ്റ്റുഡൻസ് ആയിരുന്നപ്പോൾ അവരെക്കാൾ കുറച്ചുകൂടി അറിവുണ്ടായിരുന്നവരാണ് അവരെ പഠിപ്പിച്ചിട്ടുള്ളവർ. The people who taught us were people who learned a little more and sometimes did not know very much more. ആ ഒരു അവസ്ഥ വെച്ച് കമ്പയർ ചെയ്താൽ ഇന്ന് നടക്കുന്ന സയൻറ്റിഫിക് റിസർച്ച് ആക്ടിവിറ്റി വളരെ കൂടുതലാണ്. The amount of scientific research that is being carried out now is very high. But it could be better. പക്ഷേ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, കുറച്ചും കൂടെ ബെറ്റർ ആക്കാം. ഫോർ എക്സാമ്പിൾ, ചില നാഷണൽ ലാബോറട്ടറീസ് ഉണ്ട്, അവിടെ കാര്യമായി ഒരു ആക്ടിവിറ്റിയും നടക്കുന്നില്ല എന്നതാണ് വാസ്തവം. അതിന് സുദർശൻ മറ്റൊരു കാര്യം കൂടെ പറയുന്നു. പഴയ കാലത്ത് മാസ്റ്റേഴ്സ് ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ആയി എന്നാണ്. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. മാസ്റ്റേഴ്സ് ഡിഗ്രി കൊണ്ട് ഒരു കാര്യവുമില്ല. നൗ പീപ്പിൾ ഡു PhD ആൻഡ് ഈവൻ പോസ്റ്റ് ഡോക്ടറൽ, അല്ലേ? PhD കൊണ്ട് പോലും ഇന്നുള്ളവർ തൃപ്തരല്ല, അവർ പോസ്റ്റ് ഡോക്ടറലിന് പോകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് സയൻറ്റിഫിക് റിസർച്ചിൻ്റെ ലെവൽ തന്നെ മാറിയിരിക്കുകയാണ്. ഇറ്റ് ഹാസ് ഒബ്വിയസ്ലി ഇൻക്രീസ്ഡ്. പക്ഷേ അതിൻ്റെ പ്രോഡക്റ്റ് ഗുഡാണോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടുണ്ട്. കാരണം കോമ്പറ്റീഷനാണിന്ന്, അല്ലാതെ എന്തെങ്കിലും സോളിഡ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തത്തിന് വേണ്ടി നടത്തുന്ന ഒരു റിസർച്ചായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല എന്നാണ് സുദർശൻ പറയുന്നത്. അതിന് അദ്ദേഹം പറയുന്ന മറ്റൊരു അനാലജിയാണ്, ഇന്ത്യയിലെ സയൻറ്റിഫിക് റിസർച്ച് ഒരു ട്യൂമർ പോലെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് വളരുന്നുണ്ട്, പക്ഷേ ആ വളർച്ച നമുക്ക് നല്ലതാണോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. എത്ര കോടി രൂപയാണ് ഒരു യൂസും ഇല്ലാത്ത ഗോഡ്സ് പാർട്ടിക്കിളും അതുപോലുള്ള നോൺസെൻസിനും ഒക്കെ വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത്? അതുകൊണ്ട് എന്ത് ഗുണമാണ് സയൻസിനുള്ളത്? എന്ത് ഗുണമാണ് രാജ്യത്തിനുള്ളത്? എന്ത് ഗുണമാണ് ഈ വേൾഡിനുള്ളത്? എന്നാൽ യൂണിവേഴ്സിറ്റീസിലും ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനും മാത്രം ഗ്രാൻറ്റ്സ് നൽകാനും സ്ട്രൈപ്പൻഡ് നൽകാനും ഒന്നും അവർക്ക് പണമില്ല. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു രീതിയിലല്ല ഈ സയൻറ്റിഫിക് റിസർച്ച് നടക്കുന്നത്. ഒരു ട്യൂമർ പോലെ അതിങ്ങനെ വളരുന്നുണ്ട്, പക്ഷേ നമ്മൾക്ക് ഗുണമില്ലാത്തൊരു വളർച്ചയാണ്. അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഹാവ് യു കൺസിഡേർഡ് മൂവിങ് ബാക്ക് ടു കേരള എനി ടൈം? എപ്പോഴെങ്കിലും കേരളത്തിലേക്ക് തിരിച്ചു പോകുന്നതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? അതിന് സുദർശൻ വളരെ രസകരമായിട്ടുള്ള മറുപടി തന്നെയാണ് പറയുന്നത്. ഐ തിങ്ക് ഓഫ് ഇറ്റ് ഓഫൺ, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഡു ദാറ്റ്. അദ്ദേഹം പറയുന്നത്, പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് തിരിച്ചു പോയാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല എന്നെക്കൊണ്ട് അത് സാധ്യമാകുമെന്നുള്ളത്. കാരണം ഇപ്പോൾ ഇന്ത്യയിലുള്ളവർ എന്നെ ഒരു ഗസ്റ്റായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് അവരെന്നെ നോക്കി ചിരിക്കുകയെങ്കിലും ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ പെർമനൻ്റായിട്ട് ഇങ്ങോട്ട് വന്നാൽ, ഇഫ് ഐ മൂവ് ബാക്ക് പെർമനൻ്റ്ലി, ദേ വുഡ് ട്രീറ്റ് മീ ആസ് എ പെസ്റ്റ്. എനിക്ക് പേടിയുണ്ട്, അവരെന്നെ ഒരു പെസ്റ്റായിട്ടേ അവരെന്നെ കൺസിഡർ ചെയ്യുള്ളൂ. കാരണം എനിക്ക് ഇവിടുത്തെ രീതികൾ കണ്ടു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാനായിട്ട് അല്ലെങ്കിൽ മിണ്ടാതിരിക്കാനായിട്ട് തോന്നുകയില്ല. ഐ വിൽ ബി ക്വസ്റ്റനിങ് ദം. I'll be there behind everyone, grilling them with questions on their research. അവരെ ഞാൻ ചോദ്യം ചെയ്യും. അത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഹാപ്പിയാണ്. അറ്റ് പ്രസൻറ്റ് ഐ എം ഹാപ്പി ബീയിങ് എ ഗസ്റ്റ്. അങ്ങനെ തന്നെ ആകാനാണ്, അങ്ങനെ തന്നെ തുടരാനാണ് എൻ്റെ ആഗ്രഹം. അതായത് കേരളത്തിലേക്ക് തിരിച്ചു വരണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിലും വരാൻ ഉദ്ദേശമില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ റിപ്ലൈ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ പാർട്ട് ബിയിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് വാട്ട് ഈസ് സുദർശൻസ് മെസ്സേജ് ഫോർ സ്റ്റുഡൻസ് ടുഡേ, അതിൻ്റെ ആൻസറാണ്. അപ്പം അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് യുവർ മെസ്സേജ് ഫോർ സ്റ്റുഡൻസ് ടുഡേ? സ്റ്റുഡൻസിനോട് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? അവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? അദ്ദേഹം പറയുന്നത്, നൗ ഐ ക്യാൻ സീ ദാറ്റ് the trait of doing things out of one's own curiosity and interest or by one's own efforts is gone from students. ഇന്നത്തെ കുട്ടികളിൽ കാണുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ ഞങ്ങളോടൊന്നും ആരും പറഞ്ഞിരുന്നില്ല നീ ഇന്നത് പോയി ചെയ്യൂ എന്ന് പറഞ്ഞിട്ടല്ല ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് തന്നെ തോന്നിയിട്ട് ആരെങ്കിലും ജസ്റ്റ് ഒരു കാര്യം സജസ്റ്റ് ചെയ്യും, അതെടുത്ത് സ്വന്തം പ്രയത്നം കൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്.
പക്ഷേ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല. ഇന്നത്തെ കുട്ടികൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ജെനുവിനായിട്ട് ഇൻസ്പയർഡ് ആവുക അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഒന്നും ചെയ്യാറില്ല. അത് കുട്ടികളിൽ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് ആസ് എ റിസൾട്ട് അവർ എഡ്യൂക്കേഷൻ ഹാസ് ഗോൺ ഡൗൺ. അതുകൊണ്ട് തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ്റെ പ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡാണ്. സുദർശൻ ഓർത്തെടുക്കുകയാണ്, അദ്ദേഹം MCCയിലായിരുന്ന കാലത്ത്, മദ്രാസിലായിരുന്ന കാലത്ത് ഇപ്പോൾ PhD ചെയ്യുന്നവരെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അന്ന് പഠിച്ചിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. ഐ ലേൺഡ് മോർ ദാൻ നൗ പീപ്പിൾ ലേൺ ഇൻ ദർ PhD കോഴ്സ്. ഇന്ന് PhD കോഴ്സ് ചെയ്യുന്നവരെക്കാൾ കൂടുതൽ ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ ഒരു PG സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം ഓർക്കുകയാണ്. അതായത് നിലവാരം അത്രയും കുറഞ്ഞു ഇന്ന് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുകയാണ്, ഫിസിക്സ് എടുക്കുന്നവരോട് പറയാനുള്ളത്, ഫിസിക്സ് എന്നതൊരു കണക്റ്റഡ് സബ്ജക്റ്റാണ്. അതിന് പല സ്ട്രീംസുമായിട്ട് ബന്ധമുണ്ട്. ഫിസിക്സ് പഠിക്കുന്നവൻ ഫിസിക്സ് മാത്രമല്ല പഠിക്കുന്നത്, അതിൽ ഒതുങ്ങിക്കൂടാനും പാടില്ല. അതൊരു കണക്റ്റഡ് സബ്ജക്റ്റാണ്. അത് മറ്റ് മേഖലകളും മറ്റ് സയൻസസും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട് എന്ന് പോലും ആരും കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ഫിസിക്സ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സയൻസ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക, സയൻസ് എന്ന് പറയുന്നത് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ എ ഫിസിസിസ്റ്റ്, യു മസ്റ്റ് നോ അബൌട്ട് മെൽറ്റിംഗ് ഓഫ് ഐസ്. Melting of ice is very complicated subject because there are so many allotropic modifications of ice. അദ്ദേഹം പറയുന്നത്, നിങ്ങളൊരു ഫിസിസിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഐസിൻ്റെ മെൽറ്റിംഗ് എന്നുള്ള പ്രക്രിയ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ ഒരു പ്രക്രിയയെപ്പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഐസ് എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് അലോട്രോപ്പിക് മോഡിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് നിങ്ങളിങ്ങനെ പോവുകയാണ്. അതാണ് സയൻസ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സയൻറ്റിസ്റ്റായ CV രാമൻ്റെ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സയൻറ്റിസ്റ്റായ CV രാമൻ്റെ കണ്ടുപിടുത്തം. സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് എന്നുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് CV രാമൻ ബട്ടർഫ്ലൈസിനെ പറ്റിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് വൈബ്രേറ്റിംഗ് സ്ട്രിങ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനെ പറ്റിയും പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് പോയ വഴികൾ ഒന്നാലോചിക്കുക. അപ്പോൾ സയൻസിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല ഫീൽഡ്സിലേക്കും ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു മനസ്സ് ഉണ്ടാവണം. അത് സയൻറ്റിസ്റ്റുകൾക്ക് മാത്രമല്ല, ഏതൊരു കാര്യത്തിലും ഏതൊരു വിഷയത്തെപ്പറ്റി പഠിക്കുന്നവരാണെങ്കിലും അതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അത് കണക്റ്റഡ് ആണ് എന്ന ഒരു ബോധ്യം ഉണ്ടാവണം. അത് ഇന്നത്തെ കുട്ടികൾക്കില്ല. ഇന്നത്തെ കുട്ടികൾക്ക് അത് നിർബന്ധമായും വേണം എന്നാണ് സുദർശൻ അവർക്ക് നൽകുന്ന മെസ്സേജ്. സോ ദിസ് സെൻസ് ഓഫ് ഇൻസ്പയർഡ് ഇൻക്വയറി നീഡ്സ് ടു ബി ബ്രോട്ട് ഇൻ ടു ദ ഓണേഴ്സ് ക്ലാസ്. CV രാമനെ പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള സയൻറ്റിസ്റ്റുകളും അതുപോലെ മറ്റ് പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളും ഒക്കെ അവരോരോരോ കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് അവരുടെ സ്വന്തം താല്പര്യം കൊണ്ടും അവരുടെ സ്വന്തം ഇഫേർട്സും കൊണ്ടാണ്. അതിലൊക്കെ ഒരു ഇൻസ്പയർഡ് ഇൻക്വയറി ഉണ്ടായിരുന്നു. എല്ലാം അറിയാനുള്ള ആ ഒരു ആഗ്രഹം, ആ ഒരു ദാഹം ഉണ്ടായിരുന്നു. ആ ഒരു സെൻസ് ഓഫ് ഇൻസ്പയർഡ് ഇൻക്വയറി തന്നെയാണ് ഇന്ന് നമ്മളുടെ കുട്ടികൾക്കും ആവശ്യമായിട്ടുള്ളതെന്നാണ് സുദർശൻ പറയുന്നത്. അതുകൊണ്ട് ആ എസ്സേ കൺക്ലൂഡഡ് ആവുകയാണ്. സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദ സ്പോക്ക് സുദർശൻ interview with God's own physicist. So thank you for listening and watching.